ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് കുട്ടിക്കുപ്പായം സീസൺ 2 ജനങ്ങൾക്കായി ബോബി ആൻഡ് മഡോണ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് കുട്ടിക്കുപ്പായം സീസൺ 2 ജനങ്ങൾക്ക് വേണ്ടി ബോബി ആൻഡ് മറഡോണ. പുതുമയും പഴമയും തനിമയും ഇഴചേർത്തുകൊണ്ട് ഇശലിന്റെയും ഗസലിന്റെയും കുട്ടിക്കുപ്പായം സീസൺ 2 ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി കുട്ടിക്കുപ്പായം സീസൺ 2 ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ലവ്ലി പാനൽ ഓഫ് ജഡ്ജസ്. സ്വാഗതം ചെയ്യുന്നു OM കരുവാരക്കുണ്ട്, ശൈല ചേച്ചി. അടുത്തതായി സ്വാഗതം ചെയ്യാം കുട്ടിക്കുപ്പായം സീസൺ 2 ഇന്നത്തെ എപ്പിസോഡിലെ ഗസ്റ്റ് IP സിദ്ദിഖ്. അടുത്തതായി സ്വാഗതം ചെയ്യാം കുട്ടിക്കുപ്പായം സീസൺ 2 കുരുന്നുകൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന വേവ്സ് ഓർക്കസ്ട്ര കാലിക്കറ്റ്. ഒരിക്കൽ കൂടി ഏവർക്കും ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് കുട്ടിക്കുപ്പായം സീസൺ 2 സ്വാഗതം. കുട്ടിക്കുപ്പായം സീസൺ 2 ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യമായി ഇശൽ വിരഹം റൗണ്ടിൽ പാടുവാനെത്തുന്നു ഷമീം. ഷമീം ചേച്ചി, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് നല്ല സുന്ദര കുട്ടനായിട്ടുണ്ടല്ലോ. ഓക്കെ, ഇശൽ വിരഹം റൗണ്ടിൽ മോനെ ഏത് പാട്ടാ സെലക്ട് ചെയ്തത്? അബുദാബിയിലുള്ള ഒരു എഴുത്തുപെട്ടി. ആരായി പാട്ട് സെലക്ട് ചെയ്യാൻ മോനെ സഹായിച്ചത്? അത് ഹനീഫ മുടിക്കോട്. ഓക്കെ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, നന്നായിട്ട് പെർഫോം ചെയ്യാം. അബുദാബിലുള്ളൊരെഴുത്തുപെട്ടി അന്ന് തുറന്നപ്പോൾ കത്തു കിട്ടി. എൻ പ്രിയനീ നിന്റെ ഹൃദയം പൊട്ടി, എഴുതിയ കത്തു ഞാൻ കണ്ടു ഞെട്ടി. മധുരാനുഭൂതികളയവിറക്കി മനസ്സിൽ വീണടിയും പൂപ്പേറുക്കി.
കൊടുക്കുന്നവൻ വിഡ്ഢികളുടെ നേതാവ് കേൾക്കുന്നില്ലേ? നമ്മൾ കാണുന്നില്ലേ? കേൾക്കുന്നില്ലേ? നമ്മൾ കാണുന്നില്ലേ? സംഭവം അതും ഇതും അവിഹിതം പലതും നടന്നിട്ടില്ലേ? ഇപ്പോഴും നടക്കുന്നില്ലേ? ഇനിയും നടക്കുകില്ലേ? മലക്കല്ല പെണ്ണെന്നത് വല്ലാത്തൊരു വാക്കാണ്. മനസ്സിൽ വെടിവെച്ചൊരിരട്ട കുഴൽ തോക്കാണ്. മാനാഭിമാനമുള്ള പുരുഷന്റെ നേർക്കാണ് മറുപടി പറയാനായി കഴിയുന്നത് ആർക്കാണ്? തരിച്ചു പോകും പൗരുഷം, തെറിച്ചു പോകും, തരിച്ചു പോകും പൗരുഷം, തെറിച്ചു പോകും. പണത്തിന്റെ കൊടുമൊടിഞ്ഞൊടി കിടകിട വിറച്ചു പോകും, കിടുകിട വിറച്ചു പോകും. കൂട്ടാതെ തന്തയായി മണ്ണാന്റെ ഒരു മൂരി, ഗൾഫിലെ പുരുഷൻ എന്റെ കഥയുമതാണ് ഹൂറി. കറക്കാതെ കറവ വറ്റി ഒരു പശുവായി നീ മാറി. ഇരുവരും ഇരുകരയിൽ യൗവന ചുമടും പേറി. ഇരുപതിലെന്തർത്ഥം ഞാനെടുത്ത പ്ലെയിൻ കേറി. ഉടനെ തന്നെ തമ്മിൽ കാണാം പൊന്നേ. ഉടനെ തന്നെ തമ്മിൽ കാണാം പൊന്നെ. അല്ലെങ്കിൽ തട്ടിമുട്ടി പൊട്ടി ചട്ടികിട്ട് പൊട്ടി പോകും പെണ്ണെ. ചട്ടി പൊട്ടി പോകും പെണ്ണെ. ചട്ടി മണ്ണാകും പൊന്നേ. മകനെ എടുത്തെനിക്ക് മതിയോളം മുത്താനും. മണിയറയിൽ വീണ്ടും മണിവിളക്ക് കത്താനും. മധുവിധുലഹരിയുള്ള മധുരക്കള്ള് ചെത്താനും. മണിക്കൂർ കൊണ്ട് സ്വന്തം നാട്ടിൽ പറന്നെത്താനും വിധി തേടുന്നേ. അൽബ് ശ്രുതി പാടുന്നേ. കൊതി കൂടുന്നേ. അൽബ് ശ്രുതി പാടുന്നേ. ഗൾഫിന്ന് വിട കൊടുത്തുടൻ കടൽ കടന്നിടം വിധി തേടുന്നേ. റബ്ബിന്റെ വിധി തേടുന്നേ. കത്ത് ചുരുക്കിയിടുന്നേ. കുട്ടിക്കുപ്പായം. ഷമീം, ചേച്ചി എന്ത് തോന്നുന്നു? കുഴപ്പമില്ല, പാടി തോന്നുന്നു. കുഴപ്പമില്ല പാടി തോന്നുന്നു. അതെന്താ അങ്ങനെ? നന്നായിട്ട് പാടാൻ പറ്റിയില്ലേ? അതറിയില്ല. അറിയില്ല, നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ഓക്കെ, സിദ്ദിഖ. ഷമീം, സർ, ഇന്നത്തെ കാലത്ത് പിന്നെ ഈ മൊബൈൽ ഫോണും ഇൻ്റർനെറ്റൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് വെറും കത്തിനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന പ്രവാസി മലയാളികളുടെ ഒരു കാലഘട്ടം. എസ് എ ജമീൽ എഴുതി അദ്ദേഹം തന്നെ വളരെ മനോഹരമായി പാടിയ ഈ പാട്ട് ഷമീം നന്നായി പാടിയിട്ടുണ്ട്. താങ്ക് യു സർ. വളരെ ഫീൽ ചെയ്ത് പാടി. അതിൻ്റെ വരികൾ, അദ്ദേഹം പാടുമ്പോഴുള്ള ആ വരികൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ആ വരികൾക്കിടയിലുള്ള ആ ഒരു ശ്രവണസുന്ദരമായ ആ ആലാപനം, അതൊക്കെ വളരെ ഗംഭീരമായി തന്നെ ഫീൽ ചെയ്തിട്ട് ഷമീം പാടിയിട്ടുണ്ട്. താങ്ക് യു സർ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സിദ്ദിഖ. OMAsh. ഷമീമ സർ, വളരെ മോശമായിട്ടാണ് പാടിയിട്ട്. എങ്ങനെ പാടിയെന്ന് ചോദിച്ചാൽ അപ്പോൾ പറയും കുഴപ്പമില്ലാതെ പാടിയിരുന്നു, ഉഷാറായിട്ട് പാടിയിരുന്നു. ഉഷാറായിട്ട് പാടിയിട്ടുണ്ടോ? അറിയില്ല. ഇപ്പൊ ഇവിടെ ഒരു കമന്റ് കിട്ടിയാലല്ലേ ഉഷാറായിട്ട് പാടിയിട്ടുണ്ടെന്ന്. ഇനി അത് ആദ്യം ഞാൻ ചോദിക്കുന്നെങ്കിൽ അപ്പൊ അതുകൊണ്ട് കാര്യമില്ല. ഏതായാലും
ഉഷാറായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഇവിടെ പറഞ്ഞല്ലോ ജമീൽ ഖാന്റെ പാട്ടാണെന്ന്. ജമീൽ ഖാന്റെ കത്താണ് ആദ്യം ഉണ്ടായത്. കത്ത് ഒരുപാട് ഈ വിരഹ റൗണ്ടിൽ ഒരുപാട് കത്തുകൾ ഇവിടെ വന്നു. ഞാൻ പറഞ്ഞു ഈ കത്തുകളുടെയൊക്കെ മാതാവ് മറിയക്കുട്ടി കത്താണ് പുലിക്കോട്ടിലെ ഹൈദറിന്റെ. അപ്പോൾ ആ കത്തിനെ അനുകരിച്ചും കൊണ്ട് പുലിക്കോട്ടിലെ ഹൈദറിന്റെ മറിയക്കുട്ടി കത്തിന് കടപിടിക്കുന്ന കത്തുകളൊന്നുമില്ല. പക്ഷേ ഏറ്റവും ജനകീയമായ ജനങ്ങളുടെ മനസ്സിനെ പിടിച്ച് ഉലച്ച കത്ത് ഏതാണ്? എസ് എ ജമീലിന്റെ ദുബായ് കത്തുപാട്ടാണ്. ആ കത്തുപാട്ടിന് ഒരുപാട് ആളുകൾ മറുപടി എഴുതി. ദുബായ് കത്തിന് നിങ്ങൾ മറുപടി എഴുതുക എന്ന് അന്ന് എസ് എ ജമീൽ പറഞ്ഞപ്പോൾ അന്നത്തെ കവികളൊക്കെ, ഞാനൊക്കെ അതുണ്ടാകുന്ന കാലത്ത് രംഗത്ത് വരാത്ത കവിയാണ്. അതുകൊണ്ട് ഞാനൊന്നും എഴുതിയത് രംഗത്ത് വന്നിട്ടില്ല അന്ന്. പക്ഷേ പി.ടി. അബ്ദുറഹ്മാൻ അടക്കമുള്ള ആളുകൾ അന്ന് ദുബായ് കത്തിന് മറുപടി, ചന്ദ്രിക വീക്കിലിയിൽ പി.ടി. അബ്ദുറഹ്മാന്റെ മറുപടി വന്നു. ആ ദുബായ് കത്തിന്റെ അതേ ടൂണിൽ തന്നെ. അതേപോലെ പല കവികളും മറുപടി എഴുതി. പക്ഷെ ആരും എഴുതിയിട്ട് ജമീലിന് അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം ആ ബാക്കിന്റെ ചൂടും ചൂരും ജമീലിന് മാത്രമേ കഴിയുള്ളൂ അതിന് മറുപടി കൊടുക്കാൻ. മറുപടി പറയാന് ഏതാ ഉത്തരം മുട്ടിപ്പോയി എന്ന് പറയുന്നത് ജമീൽ ഇതിന്റെ മറുപടി എന്ന് മാത്രമല്ല, അത് ആ കവികളോടും കൂടി ഉള്ള ഒരു ചെറിയൊരു ധ്വനി കൂടി അതിലുണ്ട് എന്ന് ഞാൻ സംശയിക്കുകയാണ്. അപ്പോൾ അത്രയും ജമീൽ അത് എഴുതിയത്, ജമീലിന് ദുബായ് കത്ത് പാട്ട് എഴുതിയപ്പോൾ തന്നെ അത് തന്നെ ജമീലിന് പാടണം എന്നായിരുന്നു നിർബന്ധം. ഏത് പിന്നെ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ഒരു പെണ്ണ് പാടിയാലല്ലേ പെണ്ണിന്റെ മനസ്സ് എന്ന് പറഞ്ഞിട്ടാണ് അമ്പിളിയെ കൊണ്ട് പാടിച്ചത്. അതിനുശേഷം ജമീല് മറുപടി എഴുതിയപ്പോൾ പിന്നെ ജമീലിന് തന്നെ പാടണല്ലോ. അദ്ദേഹം അതിന്റെ ഓരോ വാക്കുകളും അളന്ന് മുറിച്ച് ആ വെടിയൊക്കെ അങ്ങനെ പൊട്ടണത് വെടി പൊട്ടും പോലെ തന്നെയാണ് പാടിയിട്ടുള്ളത്. ഉത്തരം മുട്ടും പോലെ തന്നെ പൂട്ടാതെ തന്തയായ മണ്ണാന്റെ ഒരു മൂരി, എന്താ പ്രയോഗം, പൂട്ടാതെ തന്തയായ മണ്ണാന്റെ ഒരു മൂരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രയോഗം. അങ്ങനെ ഒരുപാട് ഗ്രാമീണ പ്രയോഗങ്ങളൊക്കെ അദ്ദേഹം ഇവിടെ നന്നായി അടിച്ചു പൊളിച്ച് ഷമീം പാടിയിട്ടുണ്ടെങ്കിലും ജമീൽക്കാരുടെ വരികളിൽ ചെറിയ മൈനോട്ടായ പ്രശ്നങ്ങൾ പലയിടത്തും തെറ്റിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അതിന്റെ വേർഡ്സ് കിട്ടാത്തതുകൊണ്ട് ഇത് കേട്ട് എഴുതിയെടുക്കുന്നത് കൊണ്ടുള്ള തകരാറ് കാര്യമായിട്ട് വന്നിട്ടുണ്ട് ചിലതൊക്കെ കേട്ടോ. പക്ഷെ അത് മോനെപ്പോലുള്ള ഒരാൾക്ക് സംഭവിക്കുന്നതാണ്. ഇത് മുമ്പൊക്കെ ഉണ്ടായിരുന്നു ഈ പാട്ടുകൾ. തിരൂരങ്ങാടി നിന്നൊക്കെ അതിന്റെ പുസ്തകങ്ങൾ ഇറങ്ങിയിരുന്നു. ഓരോ പാട്ടിൽ ജമീൽ ഖാന്റെ ഒക്കെ വലിയ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അങ്ങനെ പാട്ടുകൾ ഇറങ്ങിയിരുന്നു. ഇപ്പൊ ആ പാട്ട് പുസ്തകങ്ങൾ കിട്ടാത്തതുകൊണ്ട് നിങ്ങളെ പോലുള്ള കുട്ടികളൊക്കെ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് കിട്ടുന്നത് CD ആണ്. ആ CD പാടി പല പാട്ടുകാരും പാടുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പാട്ടുകാർ പാടുന്നത് ചിലപ്പോൾ ജമീലിന്റെ ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അത് നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും. അത്രയും വൃത്തിയായിട്ടാണ് ജമീൽ. ഗൾഫിലെ പുരുഷൻ എന്റെ നല്ല പുരുഷന്റെ മൊത്തമാണ്. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞ കേട്ടോ. ഗൾഫിലെ പുരുഷന്റെ അവസ്ഥ അതാണെന്നാ പറയുന്നത്. പുരുഷൻ എന്റെ മാത്രം അവസ്ഥയല്ല, അത് മൊത്തം സമൂഹത്തിനെയാണ് പറയുന്നത്. ഗൾഫുകാരനെ കുറിച്ചാണ്. അതിനുശേഷം മൂപ്പർ അതേനെ അനുവർത്തിച്ചുകൊണ്ട് ഗൾഫുകാരന്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് കുറെ പാട്ടുകൾ പിന്നെ എഴുതിയിട്ടുണ്ട്. ഈ എസ് എ ജമീലിന്റെ പാട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഇവിടെ സമയം കിട്ടൂല. അദ്ദേഹം സ്ത്രീയെ സ്ത്രീയായിട്ട് ചിത്രീകരിച്ചും പുരുഷനെ പുരുഷനായിട്ട് ചിത്രീകരിച്ചും ഭർത്താവിനെ ഭർത്താവായിട്ട് ചിത്രീകരിച്ചും ഭാര്യനെ ഭാര്യയായിട്ട് ചിത്രീകരിച്ചും ഒരുപാട് പാട്ടുകളുണ്ട്. കല്യാണം കഴിക്കുമ്പോ എന്താണ് മധുര പനം ചക്കര, കല്യാണം കഴിച്ച് പിന്നെ ഒരു കുട്ടിന്റെ ഉമ്മയായപ്പോ ഉണങ്ങിക്കടിച്ച കൊപ്പര, അല്ലേ? അങ്ങനെ ജമീലിന്റെ പ്രയോഗങ്ങൾ. ജമീൽ ഒരു നഷ്ടാണ് നമുക്ക് കേട്ടോ. അപ്പോ ആ പാട്ട് ഇവിടെ എടുത്തതിനും സന്തോഷമുണ്ട്. അതൊരു വിരഹഗാനം തന്നെയാണ്, തികച്ചും ഒരു വിരഹഗാനം തന്നെയാണ്. ഇനി എനിക്ക് പറയാനുള്ളത് നമ്മളിത് വേർഡ്സ് കറക്റ്റ് ചെയ്യണം കേട്ടോ. അതറിയാവുന്നവരോട് ചോദിച്ചു പറയണം. ഓക്കെ, താങ്ക് യു മാഷ്. ശൈല ചേച്ചി. ഷമീം ചേച്ചി ഇവര് പറഞ്ഞാല് മോൻ നന്നായി പാടി, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിലുള്ള തെറ്റുകളൊക്കെ മാഷ് കണ്ടുപിടിച്ചു. അത് മോൻ അക്ഷരങ്ങളൊക്കെ നല്ല ഇതായിട്ട് മനസ്സിലാവുന്ന വിധത്തില് സ്ഫുടതയോടുകൂടി പാടിയിട്ടുണ്ട്. നന്നായി പാടി, ഇത് വേറൊന്നും പറയാനില്ല കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശൈല ചേച്ചി.